ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ് കേട്ടോ, റാഹത്താണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ ബറാത്ത് രാവൊക്കെയല്ലേ, അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്നവരും കാണാത്തവരും എല്ലാവരും ഉണ്ടാവും, എൻ്റെ ദുആയിൽ ഉണ്ടാവും കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയോ, നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പാവം ചെയ്തിട്ടുണ്ട്, കടലോളം പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പാവങ്ങൾ ചെയ്യാത്ത ആരും ഈ ലോകത്തുണ്ടാവില്ലല്ലേ. ചെറുത് നമ്മളറിയാതെ തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ പാവങ്ങൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന, വെള്ളം കുടിക്കുമ്പോഴാണ് നമുക്ക് 4-5 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. വലത് കൈ കൊണ്ട് കുടിക്കുക, ഇരുന്ന് കുടിക്കുക, ബിസ്മില്ലാ അൽഹംദുലില്ലാ പറയുക, പിന്നെ അങ്ങനെ പല ഇതല്ലേ. അതന്നെ നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ പാലിക്കാതിരുന്നാൽ അത് നമുക്ക് പിന്നെ അതൊരു പാവമായിട്ട് വരും അല്ലേ, ചെറിയ ചെറിയ പാവങ്ങൾ പെടും. അതുപോലെ ബാത്റൂമിൽ കയറുന്ന സമയത്ത് വലത് കാല് വെച്ച് കയറുകയാണെങ്കിൽ അതും ഒരു പാവത്തിൽ പെടില്ല. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അതേപോലെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ തുപ്പുന്നത് വരെ നമ്മൾ എന്താ പറയുക, വലതുവശത്തേക്ക് തുപ്പാൻ പാടില്ല, അപ്പുറം മുമ്പിലേക്ക് തുപ്പാൻ പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ അല്ലേ. അതൊക്കെ ഞാനും കഴിയുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാഹു മരിക്കുന്ന കാലം വരെ എത്ര ചെറിയ ചെറിയ പാവങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്താ പറയുക, ക്ഷമയോടെ, അതൊക്കെ നല്ല ക്ഷമ വേണം അതിന് അല്ലേ. ക്ഷമയോടെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് വന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ എത്ര അധികമൊന്നും വേണ്ട, 7 തവണയോ 11 തവണയോ എത്രയാണ് നിങ്ങൾക്ക് പറ്റുന്നത് വെച്ചാൽ അത്ര പതിവാക്കുക. അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു കണക്ക് വെച്ചിട്ട് പിന്നെ എത്രയെങ്കിലും 7 11 എല്ലാ നിസ്കാരത്തിന് ശേഷം 3 ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ റിസ്കിൽ വിശാലത ഉണ്ടാവും, പാവങ്ങൾ പൊറുക്കും. അതേപോലെ പിന്നെ റിസ്ക് എന്ന് പറയുമ്പോൾ എല്ലാം പെടും കേട്ടോ. റിസ്ക് എന്ന് പറയുമ്പോൾ എല്ലാം പെടും, നമ്മുടെ മക്കളും ഭാര്യ കുടുംബങ്ങൾ സന്താനങ്ങൾ എല്ലാത്തിലും പെടും. അപ്പോൾ അല്ലാഹു വിശാല തരും, വീട്ടിൽ വർക്കത്ത് തരും, സമാധാനമുള്ള അന്തരീക്ഷം തരും വീട്ടിൽ. ഈ ഒരു ദുആ നമ്മൾ ഓതുകയാണെങ്കിൽ അധികമാണിത്. അല്ലാഹു മാഫർലി തമ്പി വസ്ഹരി ഫിദാരി വബാരിക്കലി ഫി റിസ്കി. ഈ ഒരു പ്രാർത്ഥന നമ്മളില്ല കഴിയുന്നവർ രാവിലെ വൈകുന്നേരം ഒരു കണക്ക് വെച്ച് ചെല്ലാൻ ശ്രമിക്കുക. അല്ലാത്തവർ പിന്നെ എന്താ പറയുക, സമയമുള്ളവരെല്ലാം നിസ്കാരശേഷം 3 തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ബർക്കത്തും റഹ്മത്തും സമാധാനവും സന്തോഷവും. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് അല്ലാഹു രോഗശിഫ നൽകട്ടെ. രോഗങ്ങൾ വരാതെ എല്ലാവരും കാക്കട്ടെ. അതേപോലെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കും പിന്നെ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുക്കും അല്ലാഹു നൽകട്ടെ. അതേപോലെ എന്താ പറയുക, കച്ചവടത്തിൽ വിഷമിക്കുന്ന ആളുകളുണ്ടാകും, കച്ചവടമില്ലാത്ത, ജോലിയില്ലാത്ത, ബിസിനസ് ലാഭമില്ലാത്ത ആളുകൾ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു എന്താ പറയുക, എല്ലാ കാര്യത്തിലും വിജയം നൽകട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു പ്രാർത്ഥന നമ്മൾ കഴിയുന്നത്ര പതിവാക്കുക കേട്ടോ. എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു കണക്ക് വെച്ച് എല്ലാം പറ്റി അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒരു 11 തവണ 21 തവണ 33 തവണ എത്ര കൂടി അത്രയും കുഴപ്പമില്ല, ഒറ്റ സംഖ്യയായിട്ട് ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് മറ്റിലേക്ക് ഷെയറായിട്ട് പോവുക. അതേപോലെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയ മറ്റിലേക്ക് ഷെയർ ചെയ്ത് വെക്കാൻ കേട്ടോ. അതേപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, പിന്നെ ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ 5 വക്ത് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കാൻ ആദ്യം എന്നോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുകയാണ്, പിന്നെ കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അടുത്ത് കൊണ്ടുപോയി നിസ്കരിപ്പിക്കാൻ ശ്രമിക്കുക. അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുക, അവരൊറ്റയ്ക്ക് തന്നെ ചെയ്യട്ടെ. പിന്നെ അവർ കുറച്ച് ബുദ്ധി വെച്ചതിന് ശേഷം നമുക്ക് തിരുത്തി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.